2-ാം അധ്യായത്തിൽ മോശയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുത സംഭവമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇസ്രായേൽ ജനതയുടെ എത്ര അടിച്ചമർത്തിയിട്ടും അവരുടെ എണ്ണവും ബലവും വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ നാം അവരുടെ അടിമകളായി തീരേണ്ടി വരും. ഇത് ശരിയാവില്ല. വളരെ തന്ത്രപൂർവം നമുക്ക് അവരെ നയിക്കേണ്ടതാണ്. യഹോവേ ദൈവമേ, ഞങ്ങൾ എന്തിനെ ക്രൂരത ശിക്ഷിക്കുന്നു? ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എത്ര അടിച്ചമർത്തിയിട്ടും ഇസ്രായേൽ ജനതയുടെ എണ്ണം വർദ്ധിക്കുകയാണല്ലോ. ആരെവിടെ? ഹെബ്രായ സ്ത്രീ ജനിക്കുന്ന ഓരോ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുവാൻ നാം ഉത്തരവിടുന്നു. ഈ ഉത്തരവ് ഇന്ന് തന്നെ പ്രാബല്യത്തിൽ വരുത്തേണ്ടതാണ്. എന്റെ ദൈവമേ, എനിക്ക് എന്തിനെ കുഞ്ഞിനെ തന്നു? ജന്മം നൽകിയ ഉടനെ നൈൽ നദിയിൽ എറിഞ്ഞു കളയാനാണല്ലോ ഇതിന്റെ വിധി. ദൈവമേ, ഞാൻ എങ്ങനെ ഇത് സഹിക്കാം? അമ്മ വിഷമിക്കണ്ട. ആ ഫറവോ ഒരു ദുഷ്ടനാണ്. ദൈവം തന്ന കുഞ്ഞിനെ ദൈവം തന്നെ രക്ഷിക്കട്ടെ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. നദിയിലെ വെള്ളത്തിന് എന്തൊരു തണുപ്പാണ്. അല്ല, ഒരു കുഞ്ഞിന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? നല്ല മിടുക്കനായൊരു കുഞ്ഞ്. തോഴി, ഇത് നോക്കൂ, നല്ല മിടുക്കനായൊരു ആൺകുഞ്ഞ്. നമ്മുടെ പിതാവിന്റെ പേടിച്ചിട്ട് ഏതോ ഒരു പാവം സ്ത്രീ ഇത് നൈൽ നദിയിൽ എറിഞ്ഞു കളഞ്ഞതാണെന്ന് തോന്നുന്നു. ശരിയാണല്ലോ തോഴി, ശരിയാണല്ലോ കുമാരി. ഈ കുഞ്ഞിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ നോക്കി വളർത്തുവാൻ ഒരു സ്ത്രീയെ അന്വേഷിക്കൂ എത്രയും പെട്ടെന്ന്. രാജ്ഞി, അങ്ങ് ഒരു കുഞ്ഞിനെ നോക്കി വളർത്തുവാൻ ഒരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു ഹെബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരട്ടെ. പെട്ടെന്ന് തന്നെ. അമ്മേ, അമ്മേ, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നൈൽ നദിയിൽ എറിഞ്ഞു കളഞ്ഞ കുഞ്ഞിനെ ഫറവോയുടെ പുത്രിക്ക് കിട്ടി. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ദൈവമേ, അമ്മ പേടിക്കണ്ട. ഫറവോയുടെ പുത്രി നല്ലവളാണ്. അവര് ആ കുഞ്ഞിനെ നോക്കാൻ ഒരു സ്ത്രീയെ അന്വേഷിക്കുന്നുണ്ട്. ഞാനൊരു ഹെബ്രായ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. വാ അമ്മേ. രാജ്ഞി, ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീ. നീ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തണം. ഇതിനു വേണ്ട സകല ചിലവുകളും നമ്മുടെ കൊട്ടാരത്തിൽ നിന്ന് തരുന്നതാണ്. അതിനു മുമ്പ് ഇവനൊരു പേര് വേണം. ഇവൻ വെള്ളത്തിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് ഇവന് മോശ എന്ന് വിളിക്കപ്പെടുന്നു. എന്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം. അങ്ങനെ മോശ വളർന്നു വലുതായി ഈജിപ്തിലെ അടിമത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ അവിടുന്ന് മോചിപ്പിച്ചു. ദൈവാശ്രയത്തിലും ദൈവശരണത്തിലും നമ്മൾ ജീവിക്കുവാൻ നിങ്ങൾ എല്ലാവരും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ